നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഇസ്രായേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ്. മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി 35,000 പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷൽ അറിയിച്ചു. ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇസ്താംബുളിൽ നടത്തിയ സന്ദർശനത്തിനിടെ തുർക്കി മാധ്യമമായ എനി സഫാക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാലിദ് മിഷൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ദിവസവും മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത്. അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല എന്ന് മാത്രമല്ല, അവരുടെ ബന്ദികളെ രക്ഷിക്കാനുമാകില്ല. ഫലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കുവാനുള്ള പദ്ധതിയും വിജയിക്കില്ല എന്ന് മിഷൽ വ്യക്തമാക്കി. വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രായേലിന് പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ചാണ് ഗസയിലെ സാഹചര്യം. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് ഖസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹമാസ് നേതാവ് വെളിപ്പെടുത്തി. ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു US. എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണവർ. ഗസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു. ഈ സാഹചര്യം USനെ ആശങ്കപ്പെടുത്തുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പതുക്കെ പിൻവാങ്ങാനാണ് ഇപ്പോൾ US പ്രസിഡന്റ് ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഖാലിദ് മിഷൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഹമാസ് സാന്നിധ്യം സംശയിച്ച് ഗസയിലെ തുരങ്കത്തിലേക്ക് ഫലസ്തീൻ യുവാവിനെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ഇസ്രായേൽ സൈന്യം അയച്ചതായി വെളിപ്പെടുത്തൽ. തലയിൽ ഗോപ്രോ ക്യാമറയടക്കം ഘടിപ്പിച്ചായിരുന്നു യുവാവിനെ അയച്ചത്. എന്നാൽ അകത്തൊന്നും കണ്ടെത്താനായില്ല എന്നും യുവാവ് പറഞ്ഞു. ഹക്കിം എന്നു പേരുള്ള 30-കാരനാണ് മിഡിൽ ഈസ്റ്റ് ഐയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രായേൽ സൈന്യം നഗ്നരാക്കി നിർത്തി ഫോട്ടോ പുറത്തുവിട്ട ഫലസ്തീൻകാരിൽ ഒരാളാണ് ഹക്കിം. 2 ദിവസം മുൻപാണ് യുവാവിനെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത്. തന്നെ ദൈവത്തിലേക്ക് അയക്കുകയാണെന്നാണ് ഒരു സൈനികൻ പറഞ്ഞതെന്ന് ഹക്കിം ഓർത്തെടുത്തു. തുടർന്ന് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബെൽറ്റ് ധരിപ്പിച്ചു. തലയിൽ ഗോപ്രോ ക്യാമറയും ഘടിപ്പിച്ചു. അരയിൽ ഒരു കയർ കെട്ടുകയും ചെയ്തു. എന്നിട്ട് ഗസ മുനമ്പിലെ ഒരു തുരങ്കത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നുവെന്ന് യുവാവ് വെളിപ്പെടുത്തി. അകത്ത് ഹമാസ് പോരാളികൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരാനാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. തലയിലുള്ള ക്യാമറ വഴി ഹമാസ് പോരാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്റെ ശരീരം ഉപയോഗിച്ച് തുരങ്കത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇസ്രായേലിന്റെ പദ്ധതി. താൻ കൊല്ലപ്പെടാൻ പോകുകയാണെന്ന് 100% ഉറപ്പിച്ചിരുന്നു. എന്നാൽ അകത്തവർക്കൊന്നും കണ്ടെത്താനായില്ല. ഇതോടെ തന്നെ വെറുതെ വിടുകയായിരുന്നുവെന്നും ഹക്കിം കൂട്ടിച്ചേർത്തു. അതിനിടയിൽ ഫലസ്തീൻ സിവിലിയന്മാരുടെ കയ്യിൽ ആയുധം നൽകി കീഴടങ്ങിയ ഹമാസ് പോരാളികളെന്ന പേരിൽ ഇസ്രായേൽ പ്രചാരണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് പോലീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളാണ് സിവിലിയന്മാരെ കൊണ്ട് ബലപ്രയോഗത്തിലൂടെ പിടിപ്പിച്ചത്. തുടർന്ന് ഫോട്ടോ പകർത്തി പുറത്തുവിടുകയായിരുന്നുവെന്നാണ് മന്ത്രാലയം വെളിപ്പെടുത്തിയത്. ഹമാസ് പോരാളികൾ കീഴടങ്ങിയെന്ന തരത്തിൽ സിവിലിയന്മാരായ ഫലസ്തീനികളെ നഗ്നരാക്കിയിരുത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. അതേസമയം 150ഓളം ഇസ്രായേലി ബന്ദികളുടെ മോചനത്തിന് ബന്ധുക്കളുടെ മുറവിളി ശക്തമായതിനിടെ ഹമാസിനെ ഇല്ലാതാക്കാനെന്ന പേരിൽ വെള്ളം കയറ്റി തുരങ്കമൊഴിപ്പിക്കൽ തുടങ്ങിയെന്ന് സൂചന. ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച് US മാധ്യമങ്ങളാണിത് റിപ്പോർട്ട് ചെയ്തത്. ഹമാസ് സഞ്ചാരവും ഒളിക്കേന്ദ്രങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കാനാകുമെന്ന കണക്കുകൂട്ടലിൽ ചൊവ്വാഴ്ച ആരംഭിച്ചതായാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപം നേരത്തെ സ്ഥാപിച്ച 5 കൂറ്റൻ പമ്പുകൾ ഉപയോഗിച്ചാണ് വെള്ളം നിറയ്ക്കൽ. മണിക്കൂറിൽ ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ കയറ്റി ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ തുരങ്കങ്ങളും ഒഴിപ്പിക്കാനാകുമെന്നാണ് പ്രഖ്യാപനം. അതേസമയം ബന്ദികളെ മുഴുവൻ പാർപ്പിച്ചത് ഇതേ തുരങ്കത്തിലാണെന്നിരിക്കെ ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ സ്വന്തം പൗരന്മാരെയും വെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. കനത്ത പ്രതിഷേധം സ്വാഭാവികമായി നേരിടേണ്ടി വരുമെന്നതിനാൽ വെള്ളം കയറ്റൽ ആരംഭഘട്ടത്തിലാണെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. കനത്ത വ്യോമാക്രമണം, ദ്രാവക സ്ഫോടക വസ്തുക്കൾ, നായ്ക്കളെ അഴിച്ചുവിടൽ, ഡ്രോണുകളും റോബോട്ടുകളും അയക്കൽ തുടങ്ങിയവയും ആലോചനയിലുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. അതേസമയം തുരങ്കങ്ങളിൽ വെള്ളം കയറ്റുന്നതിനെക്കുറിച്ച് ചോദ്യത്തിന് ബന്ദികളുണ്ടോ എന്ന് അറിയില്ല എന്ന് ബൈഡൻ പ്രതികരിച്ചു. അതിനിടെ ഗസയിൽ ബന്ദികളായി തുടരുന്ന ഇസ്രായേലികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിലേക്ക് മാർച്ച് നടത്തി. ഹമാസുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ബന്ദികളെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയും പാർലമെന്റ് മാർച്ച് നടന്നു. 67 ദിവസമായി ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുവാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് തങ്ങൾക്കറിയാമെന്ന് മാർച്ചിൽ അണിനിരന്ന നദം റുദൈഫ് എന്ന ആൾ പറഞ്ഞു. റുദൈഫിന്റെ പിതാവ് ഒക്ടോബർ 7 ബന്ദിയാക്കപ്പെട്ട ആളാണ്. ധീരമായ തീരുമാനമെടുക്കാൻ ഭരണകൂടത്തിന് തങ്ങളുടെ പിന്തുണയുണ്ടെന്ന് മാർച്ചിൽ അണിനിരന്നവർ പറഞ്ഞു. ഇസ്രായേൽ ഗസയിൽ മനുഷ്യത്വരഹിത ആക്രമണം തുടരുന്നതിനിടയിൽ ഹമാസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബന്ദികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ് മുതിർന്ന ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ദിമോചനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ 137 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ തന്നെയാണെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് എയ്ലോൺ ലിവി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇവരിൽ 117 പുരുഷന്മാരും 20 സ്ത്രീകളുമാണുള്ളത്. ആകെ പിടികൂടിയ 247 ബന്ദികളിൽ 110 ബന്ദികളെ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു. 86 ഇസ്രായേലികളും 24 വിദേശ പൗരന്മാരുമാണ് വിട്ടയക്കപ്പെട്ടത്. മറ്റു ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ വർഷങ്ങളായി ജയിലിലടച്ച സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 7000-ലേറെ ഫലസ്തീനികളെ വിട്ടയക്കണമെന്നതാണ് ഹമാസിന്റെ ആവശ്യം. നന്ദി, നമസ്കാരം.